രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഈ മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് 4-5 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയൊരു പരന്ന ബൗള് വേണം. ഈ ബൗളിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം ഈ ബൗളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ കുറച്ചൊന്ന് കനം കുറഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു പഴം ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് മാവ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് വെച്ച് സൈഡൊക്കെ ഒന്ന് ഫില്ലിങ്ങൊക്കെ ഒന്നും വെളിയിൽ വരാത്ത രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ തേങ്ങയും കൂടെ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു പഴം കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ട് സൈഡൊന്നും കാണാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അരമണിക്കൂർ ആവി കയറ്റി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് താനെ വിട്ട് വന്നോളും. ആ ഒരു സമയം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.